طلابي السلام عليكم ورحمة الله وبركاته. فهمنا الحروف القمرية. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുറൂഫുൽ ഖമരിയ വൽ ഹുറൂഫു ഷംസിയ വാക്കുകളും അലിഫ്ലാമിലും ശേഷം വരുന്ന ഹുറൂഫുൽ ഖമരിയയുടെ അക്ഷരങ്ങളും ഷംസിയയുടെ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. 14 അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഈ വാക്കുകളൊക്കെ വായിച്ചു അല്ലേ. നമ്മൾ എന്നിട്ട് ഹുറൂഫുൽ ഖമരിയയ്ക്ക് ഖമറിയ ആയി അല്ലെങ്കിൽ ഹുറൂഫുൽ ഖമരിയയുടെ വെച്ച് തുടങ്ങുന്ന അലിഫ്ലാം അല്ലേ, അത് നമ്മൾ ആ വാക്കുകൾക്ക് പച്ച നിറം കൊടുത്തു, മറ്റതിന് മഞ്ഞ നിറവും നൽകി അല്ലേ. ഇനി ഈ വാക്കുകൾ ഹുറൂഫുൽ ഖമരിയയുടെ അക്ഷരം വെച്ച് തുടങ്ങിയ വാക്കുകൾ ഏതാ? ഹുറൂഫുൽ ഖമരിയ അൽ ക അല്ലേ, അതുപോലെ അൽ ബിർകബ, അൻ പിന്നെ അതാ അൽ യദ്. ഇത്രയും വാക്കുകളുണ്ടല്ലോ, അതായത് ഈ പച്ച നിറം കൊടുത്ത എല്ലാ വാക്കുകളും മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം കേട്ടോ. താഴേക്ക് എഴുതണം. അൽ ഖലം, പിന്നെ ഏതാ വരിക? അൽ ഖലം കഴിഞ്ഞ അൽ ബിർക, അൽ മൗസ്, അൽ ഹദീക, അൽ യദ്, അൽ ഉസ്ൻ, അൽ ജറാദ്, അൽ ഹിന്ദ്, അൽ ഖിയാർ, പിന്നെയോ അൽ ഖുറാബ്, അൽ കൽബ് അല്ലേ, പിന്നെയോ അൽ വർദ, അൽ വർദ, അൽ അലം, അൽ ഫനസ്. ഇത്രയും വാക്കുകൾ മക്കള് എവിടെ എഴുതണം? ഈ അലിഫ്ലാം ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അല്ലേ, അതായത് ഹുറൂഫുൽ ഖമരിയയുടെ അക്ഷരം വെച്ച് തുടങ്ങുന്ന എല്ലാ വാക്കുകളും മക്കള് ആദ്യത്തെ കോളത്തിൽ എഴുതണം. ഇനിയോ ബാക്കിയുള്ളത് ഏതൊക്കെയാ? അസ്സമക്, അന്നമിർ, അർറജുൽ, അല്ലഫ്ദഉ, പിന്നെ അദ്ദുബാബു, അത്തുഫാഹു, അസ്സൂമു, അസ്സറാഫത്തു, അഷ്ശംസു, അത്തബലു, അല്ലബിയു, അല്ലഖ്ലഖു, അസ്സൂസു, അദ്ദീഖു. ഇത്രയും വാക്കുകൾ മക്കള് എവിടെ എഴുതണം? നമ്മുടെ ഹുറൂഫ് ഷംസി, അതായത് ഈ ലാമിന് സുക്കൂനില്ലാത്ത അല്ലെ അക്ഷരങ്ങൾ അദ്ദഫ്ദ പോലെ. അതായത് ഈ ലാ എന്തിന്റെ അക്ഷരമാണ്? ഹുറൂഫുൽ ഖമരിയയുടെ അല്ല ഹുറൂഫ് ഷംസിയയുടെ അക്ഷരമാണ്. അപ്പൊ ആ വാക്കുകൾ മൊത്തം മക്കളെ ഇതിൽ നിറച്ചെഴുതണം. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം 83-ാമത്തെ പേജിൽ എന്താണ്? നുമയ്യിസുൽ ഹുറൂഫുൽ ഖമരിയ വശംസിയ. നമ്മൾ ഹുറൂഫുൽ ഖമരിയയും എന്താണ് ഹുറൂഫുൽ ഖമരിയയും ഹുറൂഫ് ഷംസിയയും ഏതൊക്കെയാണെന്ന് വേർതിരിച്ചവിടെ എഴുതണം അല്ലെ. അലിഫ്ലാം ഉച്ചരിക്കുന്നത്, അതായത് ഹുറൂഫുൽ ഖമരിയാണ് ആദ്യം എഴുതേണ്ടത്. ഹുറൂഫുൽ ഖമരിയയുടെ അക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ മക്കൾ കണ്ടിരുന്നോ? അതിലുണ്ട് അല്ലേ. സാർ ഒന്നും കൂടി അതിനെക്കുറിച്ച് കാണിച്ചു തരാം. അതാണോ അൽ ഹുറൂഫുൽ ഖമരിയ? ഏതൊക്കെയാണ്? മീം അല്ലേ, മീം, മ, അ, ഫ, ഖ, യ, ഗ, ഹ, വ, ഖ, ഹ, ക, അ, ബ, ജ അല്ലേ. അൽ അബ്, അൽ ബുൻ, അൽ ഹിർ, അൽ ഫീൽ. അലിഫ്ലാം ഉച്ചരിക്കുന്നത്. അപ്പൊ ഇത്ര 1 2 3 4 5 6 7 8 9 10 11 12 13 14 അക്ഷരങ്ങൾ അല്ലേ. 14 അക്ഷരങ്ങൾ മക്കൾ ഇവിടെ എഴുതി കൊടുക്കണം. എഴുതൂലേ? ഇൻഷാ അല്ലാഹ്. അതുപോലെ അലിഫ്ലാമില് സുക്കൂനില്ലാത്ത, ലാമിന് സുക്കൂനില്ലാത്തത് 14 ഉണ്ട്. അത് നമ്മൾ ഇതിലുള്ള പോലെ അല്ലേ. ദ, ദ, റ, സ, സ, ള, ഷ, സ്വ, ത്വ, സ, ല, വ, ത, ന. അസ്സമാ, അന്നുജൂം, അസ്സബാഹ്, അല്ലൗ അല്ലേ. ഈ 14 അക്ഷരങ്ങൾ മക്കൾ ഇവിടെ ഭംഗിയായിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. നഖറ, 84-ാമത്തെ പേജിൽ നഖറ. നമ്മളിവിടെ ഹുറൂഫുൽ ഷംസിയയുടെ വാക്കുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് കണ്ടോ? അഷംസ്, ഷ എന്നല്ല,
നമ്മൾ ഒന്നും കൂടി കട്ടി കൂട്ടി പറയുന്നുണ്ട് അല്ലേ? ഷ, അഷ. അങ്ങനെ ഷ എന്ന് വായിച്ചത് എങ്ങനെയാ? ഇവിടെ ഒരു നായില്ല, നമ്മളെ മലയാളത്തിൽ നായില് തിരിച്ചിട്ട പോലെ ഒരു സാധനം ഉണ്ട് അല്ലേ? ഇല്ല മക്കളെ, ഇത് നോക്കിക്കേ, ഇതാണ് സാർ പറഞ്ഞത്. ഇതിനെ നമ്മൾ എന്താ പറയാ? ഇതിനെ നമ്മള് എന്താ പറയാ? നമുക്കൊരു വീഡിയോ കാണാം. ശ്രദ്ധിച്ചോട്ടോ മക്കളെ. تعرفنا سابقا على الحركات الفتحة والضمة والكسرة والسكون. നമ്മൾ ഇത്രയും ഹർക്കത്തുകൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അൽ ഫത്ഹ, അദ്ദമ്മ, അൽ കിസ്റ, പിന്നെ വസ്സുകൂൻ, പിന്നെയോ والتنوين തൻവീനും പഠിച്ചിട്ടുണ്ട് അല്ലേ? ബൻ, ബിൻ, ബുൻ, അതും പഠിച്ചു. ഇനി നോക്കൂ, نتعرف اليوم على الشدة. ഇതിനെന്താ പറയാ? ഷദ്ദ. ഷദ്ദ നമുക്ക് പഠിക്കാമെന്നാ പറയണേ. എന്താണ്? بداية دعونا نقرأ هذه الكلمة تفاح. هل تلاحظون حرف الفاء هنا يا أصدقاء؟ കണ്ടോ? തുഫാഹ്. ഇവിടെ നിങ്ങൾ ഈ ഫായിനെ ശ്രദ്ധിച്ചോ അല്ലെ? ഫായിനെ തുഫാഹ് എന്നല്ല, നമ്മൾ കുറച്ച് കട്ടിയിട്ട് പറഞ്ഞു അല്ലേ? هذه الحركة التي فوق الفاء تسمى شدة، والفاء يسمى الحرف المشدد. قبل وضع الشدة كانت هذه الفاء حرفين مكررين. അല്ലോ ഈ ഫാ, ഈ ഷദ്ദിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നത്? രണ്ട് ഫായായിരുന്നു. ഫ് ഫാ എന്നായിരുന്നു. ഫ് ഫ. അപ്പൊ ഒരു ഫാ ചേർത്ത് രണ്ടും കൂടി ചേർത്തിട്ട് ഷദ് കൊടുത്ത് ഒരു ഫാ ആക്കി. കേട്ടോ? കണ്ടാ? ഫ് ഫായായിരുന്നു, അത് രണ്ടും കൂടി രണ്ട് ഫായും കൂടി ചേർത്തൊരു ഷദ് കൊടുത്ത് ഈ ഫാ എന്നാക്കി മക്കളെ. وحرف فاء مفتوحة دمجت الفاء الساكنة والمتحركة فأصبحت فاء واحدة مشددة مع حركة الفتح. لا فاناي എന്തായി? ഫാനായി. خذ مثالا آخر مثل كلمة جن. കണ്ടാ? ജൻ. അതുപോലെ നായായിരുന്നത് നയായി. അപ്പൊ നമ്മൾ ഇവിടെ അതാണ് പാടിക്കും. ഈ പാഠത്തിൽ കുറെ വാക്കുകളുണ്ട്, അതുപോലെ ഷദ്ദുള്ളത്. വായിച്ചു നോക്കിയ മക്കള്. സ ല ത് അല്ലേ? പക്ഷെ രണ്ട് സ ല് ലാത്ത് എന്നായിരുന്നു. എന്താണ് ഇപ്പൊ വായിക്കേണ്ടത്? സല്ലത്ത്, ജന്നത്ത്, ബത്തത്ത്. ബാത്ത് ത്വായായിരുന്നു, അത് രണ്ട് ത്വായും കൂട്ടിയേരി താന്നായി. മുഅല്ലിം, മുഅല്ലിം, മുഅലി ല് ലീനായിരുന്നു. ല് ലീ എന്നുള്ളത് മുഅല്ലിം. ബി തീഹ്, മുദർരിബ് അല്ലേ? ഇവിടെ ഷദ് ഫത്ഹ്, ഇവിടെ ഷദ്ദിന് കസ്ർ, ഇവിടെ ഷദ്ദിന് ലമ്മ് അല്ലേ? ഉമ്മുൻ, ഊമ് മുന്നായിരുന്നു, ഉമ്മുൻ. ഖിത്ത് തുന്നായിരുന്നു, ഖിത്തുൻ അല്ലേ? ദുബ് ബുന്നായിരുന്നു, ദുബുനായത്. അതുപോലെ തന്നെയാണ് അഷംസു. ആഷ് ഷായായിരുന്നു, അതാണ് അഷംസു. അറുമാൻ, ഇവിടെ രണ്ട് ഷദ് ഉണ്ട് അല്ലെ? അസ്സഹ്റ. അപ്പൊ ഈ ഷദ് എഴുതാൻ മക്കൾക്ക് പഠിക്കണം. എങ്ങനെ ഷദ് എഴുതുന്നേ? എങ്ങനെ എഴുതുന്നേ അല്ലെ? ഇങ്ങനെയാണ് ഷദ് എഴുതുന്നത് അല്ലെ? ഏതിന്റെ കൂടിലും ഇങ്ങനെ വന്നിട്ട് ഫത്ഹിട്ട എന്താണ് കനപ്പിച്ച്. ഇപ്പൊ നമ്മൾ ബ ആണെങ്കിൽ ബ അല്ലെ? അതിന് കടയിൽ കസറിട്ട ബി, മുകളിലിട്ട ബു. ഓക്കെ, അതേ വാക്കുകൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കളർ കൊടുക്കണം. നമ്മൾ പഠിച്ച പാഠഭാഗത്തില് ഷദ്ദുള്ള എല്ലാ വാക്കുകളും ഇവിടെ എഴുതി കൊടുക്കണം. കുറെ വാക്കുകളുണ്ടല്ലോ, തന്നെ കുറെ ഷദ്ദുള്ള വാക്കുകളുണ്ട് പഠിച്ച പാഠഭാഗത്തിൽ. ഏതൊക്കെ വരും? ഇതിലെ ഹുറൂഫ് ഷംസിയിലെ എല്ലാ വാക്കുകൾക്കും ഷദ് ഉണ്ടാവും അല്ലെ? അസ്സമഖു, അന്നമിറു, അർറജുലു അല്ലെ? അസ്സൂമു, അത്തുഫാഹു, ഇതിനെല്ലാം ഷദ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പാഠഭാഗത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഷദ് ഉണ്ടോ? അതാ ഉഷ് അല്ലെ? ഈ വാക്ക് എഴുതാം. പിന്നെ ഏതാണ്? പിന്നെ ഉണ്ടോ? അരീഹ്.
ഹബ്ബത്തി, ഹബ്ബത്തി, അല്ലേ? അത്രയും വാക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഹുറൂഫ് ഷംസിയയ്ക്ക് വേണ്ടി പഠിച്ച ഏത് വാക്കുകൾ? ഏത് വാക്കുകള്? ഈ വാക്കുകളെല്ലാം നമുക്ക് എവിടെ എഴുതാം? ഈ താഴെ ഈ ആക്ടിവിറ്റിയുടെ സ്ഥലത്ത്. ഏത് സ്ഥലത്ത്? ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഇവിടെ മൊത്തത്തിൽ മക്കള് എഴുതണം. എഴുതില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വേറെ കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്. ഇതിലെ നഖറ, ഇത് ഏതാക്ഷരം മക്കളെ? ത്വായാണ് അല്ലേ? ത്വ. ത്വ എങ്ങനെ എഴുതുക നമ്മള്? ത്വ നമ്മൾ എഴുതാൻ പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെ വരച്ച് ഒരു ഇങ്ങനെ താഴെ കൊടുക്കണം അല്ലേ? തിഫ്ലുൻ, തി, മത്വറുൻ, മുഷ്തുൻ, ഖയ്യാത്തുൻ. പക്ഷേ ഓരോ ത്വ എഴുതുമ്പോഴും ഓരോ രീതിയിൽ അല്ലേ? ഇവിടെ തുടക്കത്തിൽ വന്നപ്പോ ത്വ ചേർത്ത് എഴുതിയിട്ടുണ്ട്, ഇടയ്ക്ക് വന്നപ്പോ എങ്ങനെ എഴുതിയിട്ടുണ്ട്, അവസാനത്തിൽ വന്നപ്പോ എങ്ങനെ എഴുതിയിട്ടുണ്ട്, അവസാനത്തിൽ ഒറ്റയ്ക്ക് വന്നപ്പോ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സാറ് വീഡിയോ കാണിക്കാം, നോക്ക്. بثلاثة طرق. هكذا نكتب حرف الطاء في أول الكلمة. ആദ്യത്തെ വാക്കിൽ ഒരു വാക്കിന്റെ ആദ്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. وهكذا نكتب حرف الطاء في وسط الكلمة. അല്ല, ഇടയിൽ വരുമ്പോ ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ ചേർത്ത് എഴുതുമ്പോ ഇങ്ങനെ എഴുതും. وهكذا نكتب حرف الطاء في آخر الكلمة. അവസാനത്തിൽ വരുമ്പോ هيا അങ്ങനെ എഴുതും. نتعرف الآن على كلمات في أولها حرف الطاء. ഉണ്ടോ? തിഫ്ല്, ത്വാ എഴുതിയിരിക്കുന്നുണ്ടല്ലേ? ത്വാ എഴുതിയിരിക്കുന്ന ഇങ്ങനെ അല്ലേ? തിഫ്ല്. ഓക്കെ. പിന്നെ അടുത്തത് طفل. പിന്നെ അവസാനത്തില് ളാബിത്ത്. كلمات في وسطها حرف الطاء. ഇടയിൽ വരുമ്പോ مطرقة. മിത്രഖ. مطرقة. കണ്ടോ? ത്വ. ത്വ ഇടയിൽ വരുമ്പോ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതണം കേട്ടോ മകളെ. അപ്പൊ ആ ത്വ എഴുതാൻ പഠിക്കണം, ത്വ എഴുതാൻ പഠിക്കണം. ഇപ്പൊ വാക്കുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് എന്ത്? ത്വ തന്നെയാണ്, പക്ഷെ എന്താണ് അതിലൊരു കുത്തു വന്ന നമ്മൾ എന്ത് പറയും? കുത്തു വന്ന ള. എന്താണ്? ള. അപ്പൊ ഇവിടെ ള ത്വ എഴുതുന്ന പോലെ തന്നെ തുടക്കത്തിൽ കുത്തുകൂടി അല്ലേ? ളുഫ്ർ, അളും, ലഫ്ള്, ഹുഫാളുൻ. എന്താണ്? ഹുഫാളുൻ. നേരത്തെ എഴുതിയ പോലെ തന്നെ ലോയിന്റെയും തുടക്കവും ഒടുക്കവും നമുക്ക് നോക്കാം അല്ലേ? ഒന്നും കൂടി ശ്രദ്ധിച്ചോട്ടാ. وهكذا نكتب حرف الضاء في وسط الكلمة. وهكذا نكتب حرف الضاء. ള എങ്ങനെ എഴുതും? ആദ്യത്തിൽ വരുമ്പോ, ഇടയ്ക്ക് വരുമ്പോ ഇങ്ങനെ, അവസാനത്തിൽ വരുമ്പോ ഇങ്ങനെ. في آخر الكلمة. ത്വ പോലെ തന്നെ هيا نتعرف الآن على كلمات في أولها حرف الضاء. ظرف. ളർഫ്, ളർഫ് അല്ലേ? ഇങ്ങനെ ളായും എഴുതാൻ മക്കള് പഠിക്കണം. ഇതുപോലെ ഇതില് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ട് ആദ്യം എഴുതണം കേട്ടോ. എങ്ങനെ എഴുതും? ആദ്യം ഇങ്ങനെ വരയ്ക്കുക. എങ്ങനെ? ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ എന്നിട്ട് നന്നായി കളർ കൊടുക്കുക. എന്താണ്? ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ. പിന്നെയോ ഇത് അവസാനത്തിലാണ് കേട്ടോ. ഇങ്ങനെ. ഓക്കെ. ത കളർ കൊടുക്കുക. ഇത് നമ്മൾ കൂട്ടി എഴുതണം. എങ്ങനെ എഴുതും? ല ചേർത്ത് ഇടണം, ബായിനോട് ചേർത്ത് ഇടണം. ലബി ഇവിടെ എഴുതിയതുപോലെ. പിന്നെ ബത്വലുൻ, ബത്വലുൻ. പിന്നെയോ ലഫ്ളുൻ, ലഫ്ളുൻ, ഷർത്തുൻ, ഷർത്തുൻ. ഓക്കെ. ഇനി നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ വേറെയും കുറച്ച് വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കൂ, എത്രാമത്തെ പേജ് എന്നറിയോ? ഇതിലെ 50-ാമത്തെ പേജിൽ കണ്ടോ? കലമുൻ അൽ കലം അല്ലേ? കലമുൻ അൽ കലം. ഇനി വാക്കുകൾ വേറെ എഴുതണം.
ഹഖീബത്തുൻ അൽ ഹഖീബത്തു എന്ന് എഴുതണം കേട്ടോ. കൽബുൻ അൽ കൽബു, മൗസുൻ അൽ മൗസു, ബിർക്കത്തുൻ അൽ ബിർക്കത്തു. പിന്നെയോ എന്താണ്? അൽ വർദു അല്ല, വർദുൻ അൽ വർദു, വർദുൻ അൽ വർദു. ഓക്കെ. പിന്നെയോ അടുത്തത് എന്താണ്? ഫീൽ, ഫീലുൻ അൽ ഫീലു. ഇതെന്താണ്? ഖിസ്സാഉൻ അൽ ഖിസ്സാഉ, ഖുറാബുൻ അൽ ഖുറാബു, അലമുൻ അൽ അലമു അല്ലേ? ഉദുനുൻ അൽ ഉദുനു, യദുൻ അൽ യദു. ഇത് ജറാദുൻ അൽ ജറാദു. അങ്ങനെ എഴുതി പഠിക്കാം. പിന്നെയോ ഇവിടെ ഒരെണ്ണമുണ്ട്, ഹദിയത്തുൻ അൽ ഹദിയത്തു. അപ്പൊ അലിഫിൽ ഇതെല്ലാം ഹുറൂഫുൽ ഖമരിയയുടെയാണ്. ഇനി ഇവിടെ ഷംസിയാകുമ്പോഴോ അലിഫിലാം ഇങ്ങനെ വെച്ചിട്ട് അല്ലേ? എങ്ങനെ പറയണം? ഇതെന്താ? തുഫാഹുൻ അത്തുഫാഹു, ഷംസുൻ അഷംസു, തൊബലുൻ അത്തൊബലു, ചെണ്ട. പിന്നെയോ സൂസുൻ അസൂസു. പിന്നെയോ ലഖ്ലഖുൻ അൽ ലഖ്ലഖു. ഈ പാഠങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ഇവിടെ ഉണ്ട് ആ വാക്കുകളെല്ലാം അല്ലേ? ഈ പറയുന്ന സാറ് പറയുന്ന വാക്കുകളെല്ലാം ഏതിലുണ്ട്? ദൈവത്തിലുണ്ട് കേട്ടോ. അവിടുന്ന് എഴുതാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക്. പിന്നെയോ പിന്നെ ഇതെന്താണ്? നെമിർ അല്ലേ? നെമിറുൻ അന്നമിറു, സൂസുൻ അസൂസു, പിന്നെ സമക്കുൻ അസമക്കു. പിന്നെയോ ലഫ്ദഉൻ അല്ലഫ്ദഉ. പിന്നേതാ? റിജിലുൻ അർരിജിലു. ഓക്കെ. അടുത്തതോ ഇവിടെ ഏതാണത്? സറാഫത്തുൻ അസ്സറാഫത്തു. പിന്നെ ലബിയുൻ അല്ലബിയു. പിന്നെതാ? സൂമുൻ അസ്സൂമു. പിന്നെ ത്വാവൂസുൻ അത്വാവൂസു. ഇത്രയും വാക്കുകൾ ഷംസിയയുടെ ആയിട്ട് മക്കൾ എഴുതണം. അതോടെ തന്നെ നേരത്തെ പഠിച്ച ത്വായും വായും അതിൻ്റെ വാക്കുകളൊക്കെ താഴേക്ക് ഇവിടുന്ന് മുകളിലോട്ടും താഴോട്ടും എഴുതി തീർക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.